ഹലോ ഗൈസ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. മൈസെൽഫ് അനോഷ്ക. ഇത് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ വീഡിയോ ആണ്. ഇന്നെൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ ബർത്ത്ഡേ റിലേറ്റഡ് ആയിട്ടുള്ളൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ഞാൻ പുതിയ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്, കുർത്തിയാണ്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഞാൻ നമ്മുടെ മമ്മാ എർത്തിൻ്റെ വൈറ്റമിൻ സി റേഞ്ചിലുള്ളൊരു ഫേസ് സെറമാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഫേസിൽ ചിന്നിലും ചിക്സിലും കാര്യങ്ങളൊക്കെ അത്യാവശ്യം നല്ല രീതിക്ക് ഡ്രോപ്പ് ചെയ്ത് കൊടുത്തിട്ട് ഒന്ന് സ്പ്രെഡ് ചെയ്ത് ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഫേസ് സെറം അത്യാവശ്യം നല്ല രീതിക്ക് ഫേസിൽ അബ്സോർബ് ആയിട്ടുണ്ട്. ഇനി ഫേസിലേക്ക് ഞാനൊരു മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. ഇത് ഫോക്സ് സ്റ്റൈലിൻ്റെ മോയ്സ്ചറൈസറാണ്. അത്യാവശ്യം നല്ല രീതിക്ക് സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഈ ഒരു മോയ്സ്ചറൈസർ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതും ഇതുപോലെ ഞാൻ ഫേസിൽ കംപ്ലീറ്റ് ചിന്നിലും ചീക്സിലും നെറ്റിയിലും എല്ലായിടത്തും ഞാൻ നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം ഞാനൊരു സ്പൂളി ബ്രഷ് എടുത്തിട്ട് എൻ്റെ ഐബ്രോസ് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ആദ്യം തന്നെ സ്പൂളി ബ്രഷ് വെച്ചിട്ട് ഞാനൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഐബ്രോസ്. അത് കഴിഞ്ഞിട്ട് ഒരു നൈക്കയുടെ ഒരു കാജലിൽ നിന്ന് കുറച്ച് നമ്മുടെ കാജലെടുത്തിട്ട് ഐബ്രോസ് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അതായത് ഐബ്രോസ് ഇല്ലാത്ത പോർഷനിൽ മാത്രം ഫില്ല് ചെയ്ത് കൊടുക്കുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നല്ല രീതിക്കൊന്ന് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഐബ്രോസ് ഇല്ലാത്ത പോർഷനിലെല്ലാം ഫില്ല് ചെയ്ത് രണ്ട് ഐബ്രോസും ഒരേപോലെ ഒരേ ഷേപ്പിൽ ഫില്ല് ചെയ്ത് കൊണ്ടുവരികയാണ്. അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നല്ലൊരു കംപ്ലീറ്റ് ലുക്കായിരിക്കും നമ്മൾക്കുണ്ടാവുക. അപ്പോൾ അതിന് ശേഷം ഈ നമ്മൾ വരച്ച് വെച്ചിട്ടുള്ള കാജലെല്ലാം നല്ല രീതിക്ക് ബ്ലെൻഡ് ആവാൻ വേണ്ടിയിട്ട് നല്ല രീതിക്ക് കോംബ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പം ഞാൻ ഐബ്രോസൊക്കെ ഫില്ല് ചെയ്ത് അത്യാവശ്യം നല്ല രീതിക്ക് ബ്ലെൻഡൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് ഫൈനൽ ടച്ച് കൊടുത്തതിന് ശേഷം അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാം. ഇനി അടുത്തതായിട്ട് ഐ ഷാഡോ കൊടുക്കാം. അപ്പോൾ ഇത് ഇൻസൈറ്റിൻ്റെ പാലറ്റാണ്. ഈ ഒരു പാലറ്റിൽ നിന്ന് ഡ്രസ്സിന് മാച്ചായിട്ടുള്ള ഈ ഒരു ഷെയ്ഡ് എടുത്തിട്ട് രണ്ട് കണ്ണിൻ്റെ ഐലിഡ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. അതിനുശേഷം നല്ല രീതിക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഞാൻ കുറച്ച് കാജൽ ഒരു ബ്രഷിലെടുത്തിട്ട് ഐലാഷിൻ്റെ തൊട്ട് മുകളിലായിട്ടൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു സ്മോക്കി എഫക്റ്റ് വരും. അപ്പോൾ അതുകൂടെ വരുമ്പോൾ കണ്ണ് കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട്. അപ്പോൾ രണ്ട് കണ്ണിലും ഒരേപോലെ ഞാൻ ചെയ്ത് കൊടുത്തിട്ട് അതിന് ശേഷം വീണ്ടും ഐ ഷാഡോ പാലറ്റിൽ നിന്ന് ഒരു കളർ എടുത്ത് കണ്ണിൻ്റെ താഴെയായിട്ട് ജസ്റ്റ് ഒന്ന് ലൈൻ ചെയ്ത് കൊടുക്കുക. ഐ ലുക്ക് ഫിനിഷ് ആവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഇനി കണ്ണൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഡാസ്ലറിൻ്റെ ഈ ഒരു ഐടെക്സിൻ്റെ ഐലൈനർ എടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് വാലൊക്കെ ഇട്ട് ചെറിയ രീതിയിലൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ഫൈനൽ ലുക്ക് വരുമ്പോൾ കണ്ണ് കാണാനായിട്ട് നല്ല രസമുണ്ടാവും. അപ്പോൾ രണ്ട് കണ്ണിലും ഞാൻ അങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇനി കണ്ണിൻ്റെ അടിയിലൊന്ന് ലൈൻ ചെയ്ത് കൊടുക്കാം. അതിന് ഞാൻ നൈക്കയുടെ ഈ ഒരു കാജൽ എടുത്തിട്ടുള്ളത് ജെറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള കാജലാണ്. സ്മഡ്ജ് പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്. കരഞ്ഞാലും ഇത് കണ്ണിൽ നിന്ന് പോവില്ല. നല്ലൊരു കാജലാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് ഞാൻ രണ്ട് കണ്ണിലും താഴെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു പോയിൻറ്റഡ് ആയിട്ടുള്ള ബ്രഷ് എടുത്തിട്ട് ഈ കാജലൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കാം. ഇനി നൈക്കയുടെ ഈ ഒരു ലിപ്സ്റ്റിക്ക് ഞാൻ ലിപ്സിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ ഒരു ലിപ്സ്റ്റിക്ക് സത്യത്തിൽ അബദ്ധം പറ്റിയിട്ട് ഞാൻ വാങ്ങിയതാണ്. ലിപ്സ്റ്റിക്ക് മാറിപ്പോയി വാങ്ങിയതാണ്. കിട്ടിക്കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഭയങ്കര റേറ്റ്. അപ്പോൾ ഇതിൻ്റെ ഒരു കളർ എന്ന് പറയുന്നത് അടിപൊളി ഷെയ്ഡാണ്. ഇത് ലിപ്സിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ലിപ്സിൽ അത് ഉണ്ടെന്നുള്ളൊരു ഫീല് നമുക്കുണ്ടാവില്ല. ഷെയ്ഡും നല്ലതാണ്, ലൈറ്റ് വെയ്റ്റ് ആണ്, സ്മഡ്ജ് പ്രൂഫാണ്, വാട്ടർ പ്രൂഫാണ്.
എല്ലാ ക്വാളിറ്റീസും ഉള്ളൊരു ലിപ്സ്റ്റിക്കാണ്. എങ്ങനെ പോയാലും ഒരു 6 to 7 മണിക്കൂർ എൻ്റെ ലിപ്സിൽ ഇത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ ഞാൻ ചിന്നിലും ചീക്സിലൊക്കെ ബ്ലഷായിട്ട് കൂടി ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഓർണമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്യാം. അധികം ഓർണമെൻറ്റ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. ഒരു ഇയറിങ് മാത്രം പെയർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഇയറിംഗ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതൊക്കെ ഇട്ട് കൊടുത്തു. ഇനി ലുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാനായിട്ടുള്ളൊരു പൊട്ട് കൂടെ വെച്ച് കൊടുത്തു. മുടിയൊന്നും ഞാനിനി ഒന്നും ചെയ്യുന്നില്ല, ഇങ്ങനെ ഫ്രീ ആയിട്ട് തന്നെയാണ് ഇടുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക് വരുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.